ബിനു, നമ്മൾ കേരളം ഈ മേഖലയിൽ ആരോഗ്യ പരിപാലന രംഗത്ത് ഒന്നാം നമ്പർ എന്ന് മേനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല മേഖലകളെയും പോലെ തന്നെ ഇത് ഒന്നാം നമ്പറാണെന്ന് പറഞ്ഞ് വലിയ അഭിമാനപൂർവ്വം സംസാരിക്കുന്നത് നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്, പരസ്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടല്ലല്ലോ ബിനു ഇപ്പോൾ വരുന്നത്. കേരളത്തിലെ വിനോദ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്ന വിനോദ പരിപാടികളിൽ ഒരു 3 മിനിറ്റ് ഇവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു പുതിയ ഏർപ്പാട് ബിനു കണ്ടായിരുന്നോ? അതായത് വളരെ നല്ല കോമഡി പരിപാടികളാണ്. ആ കോമഡി പരിപാടി 1 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയുടെ അവസാനത്തെ 5 മിനിറ്റ് പെട്ടെന്ന് ഇവരുടെ പരസ്യമായിട്ടങ്ങ് രൂപാന്തരപ്പെടുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കഥാപാത്രം മറ്റേ കഥാപാത്രത്തോട് ചോദിക്കുന്നു, എന്ത് പറ്റിയ നിനക്കെന്ന് ചോദിക്കുമ്പോൾ, അല്ല ചേച്ചി, എനിക്ക് വലിയ പനിയും ജലദോഷമൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പോഴാണ്, അതിന് ഡോക്ടറെ കാണാൻ പോയി എന്ന് പറഞ്ഞു. നീ എന്തിനാ ഡോക്ടറെ കാണാൻ പോകുന്നത്? നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക ആപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ ആപ്പിനെ കുറിച്ച് ഉള്ള പരസ്യം. അടുത്ത കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലൂടെ ചുരുൾ വിരിഞ്ഞു വരുന്നത് ഈ വിഷയമാണ്. അതായത് ഈ പരസ്യ വിഷയമാണ്. അങ്ങനെ ഈ തമാശ പരിപാടികളിൽ പോലും, കോമഡി പ്രോഗ്രാമുകളിൽ പോലും ഇത്തരത്തിൽ PR വർക്കിൻ്റെ വിഷം ചേർത്തുകൊണ്ട് ഇവർ ഖ്യാതിയടിച്ച് നടന്നത് ഇത് 1-ാം നമ്പറാണ്, കേരളത്തിലെ മെഡിക്കൽ രംഗം 1-ാം നമ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന വസ്തുതകൾ എന്താണ്? പറഞ്ഞില്ലേ, ഒരു മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം ഇടിഞ്ഞു വീണ് അതിൻ്റെ അവശിഷ്ടങ്ങൾക്കടിയിൽപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അതേപ്പറ്റി നമ്മൾ പരാതിയോടെ പറയുമ്പോൾ പോലും എത്ര ധിക്കാരത്തോടു കൂടിയാണ് ഇവിടുത്തെ 2 മന്ത്രിമാർ അന്ന് പെരുമാറിയത് അല്ലെങ്കിൽ പ്രതികരിച്ചത് എന്നുള്ളത് ഓർക്കണം. ഇന്ന് ഞാൻ വിനു പറഞ്ഞ കാര്യങ്ങൾ പകൽ തന്നെ കണ്ടതാണ്. എന്തിനാണ് മാധ്യമങ്ങൾക്ക് നേരെ ചാടിക്കടിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. പ്രതിപക്ഷത്തെ വിമർശിക്കുന്നതും എതിർക്കുന്നതും നമുക്ക് മനസ്സിലാക്കാം. ഏഷ്യാനെറ്റ് മുന്നോട്ട് വെച്ച വിഷയം അവതരിപ്പിച്ച, അല്ലെങ്കിൽ മറ്റു ചാനലുകൾ, മറ്റ് അച്ചടി മാധ്യമങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ വിമർശനങ്ങൾ തെറ്റാണെങ്കിൽ ആ തെറ്റു ചൂണ്ടിക്കാണിച്ച് അതിനെ നേരിടാനുള്ള ആർജവമാണ് ഗവൺമെൻറ്റോ മന്ത്രിമാരോ ഒക്കെ കാണിക്കേണ്ടത്. അതിന് വരെ ഇവിടെ എന്താണ്, അവിടെ കിട്ടുന്ന, ചെല്ലുന്നിടത്തൊക്കെ കിട്ടുന്ന മാധ്യമ ലേഖകന്മാരുടെ നേർക്ക് വെറുതെ വിരളി പൂണ്ട് പാഞ്ഞെടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതാണല്ലോ പിന്നുവിൻ്റെ ചോദ്യം. അവർക്ക് പലതും മറയ്ക്കാനുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, ഇത് സ്വകാര്യ മേഖലയ്ക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു രഹസ്യ അജണ്ട, അല്ലെങ്കിൽ ഒരു അജണ്ടയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്നതെന്നാണ്. ഇവര് തന്നെ അതിൻ്റെ ഒരു മറുപടി പറഞ്ഞു. ഇവിടുത്തെ മന്ത്രിമാരും പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ ഈ സ്വകാര്യ മേഖലകളിലാണ് ചികിത്സിക്കാൻ പോകുന്നത്. എന്തിനാ ഇന്നലെ ഈ 5 വർഷം ഈ വയറ്റിൽ ഈ കത്രികയുമായി വേദന നിന്ന് ജീവിച്ച ആ സ്ത്രീയെ ആ കത്രിക പുറത്തെടുക്കാൻ കൊണ്ടുപോയത് എവിടെയാണ്? ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ തന്നെയാണ്, ഒരു സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ്. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഒരു ആക്ഷേപം ഉന്നയിക്കാം, ഒരു അജണ്ട പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ ഉണ്ടെന്ന്. പക്ഷെ ഞാനൊന്ന് തിരിഞ്ഞ് ചോദിച്ചോട്ടെ വിനു, ഇത് മന്ത്രിമാരൊക്കെ പോകുന്ന സ്ഥാപനങ്ങളാണല്ലോ. ഇവർക്കൊക്കെ ബന്ധമുള്ള പല വിദേശ മെഡിക്കൽ കെയർ സെൻ്ററുകൾക്കൊക്കെ ഇവിടെ ഈ പല ആശുപത്രികളിലും ഷെയർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മറിച്ചൊരു ചോദ്യമായിക്കൂടെ, ഇത് നമ്മുടെ ഗവൺമെൻറ് മേഖലയിലുള്ള സാധാരണക്കാരെ ആശ്രയിക്കുന്ന, ഇപ്പോൾ നമുക്കറിയാം സ്വകാര്യ മേഖലയിലെ ചികിത്സാ ചെലവ് വളരെ 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 കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ആളുകൾ, വരുമാനം കുറഞ്ഞ ആളുകൾ, സാമ്പത്തിക ശേഷിയിൽ താഴെ നിൽക്കുന്ന ആളുകളൊക്കെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകൾ, മറ്റ് സർക്കാർ ആശുപത്രികൾ, അവിടുത്തെ സേവനങ്ങൾ ഇതുപോലെ ക്വാളിറ്റി കുറഞ്ഞതാക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിരന്തരം എന്നോണം നടക്കുന്ന ചികിത്സാ പിഴവുകൾ. നമ്മൾ ഇന്നലെ കേട്ട ഈ ആലപ്പുഴയിലെ ഉഷാ ജോസഫിൻ്റെ വയറ്റിലെ കത്രിക, ഇന്ന് അമൃത ആശുപത്രിയിൽ നിന്ന് പുറത്തെടുത്തത് വീണ ജോർജ് മറന്നുപോയ കത്രികയാണ്. ശൈലജ ടീച്ചർ മറന്നുപോയ ഒരു കത്രിക ഇപ്പോഴും കോഴിക്കോട്ടെ ഒരു രോഗിയുടെ ഹർഷിന എന്നോ പറയുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിൽക്കുകയാണ്. ശൈലജ ടീച്ചറുടെ കത്രികയാണ്. സാങ്കേതികമായി പറയുമ്പോൾ 2021 മെയ് 5-നായിരുന്നു ഓപ്പറേഷൻ. പിണറായി 1-ാം സർക്കാരിന്റെ കത്രികയാണ്. അത് മുറിഞ്ഞത് വീണ ജോർജിന്റെ കാലത്തായിരിക്കും. ഇന്ന് 2 കഷ്ണമായിട്ടാണല്ലോ എടുത്തത്. 1-ാം സർക്കാർ
അത് ഒന്നാം സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ അതും ഷൈല ടീച്ചറിൻ്റെ കത്രികയാണ്. ഇത് വിനു പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം. ഇപ്പോഴാ ഗൈനക്കോളജി വിഭാഗത്തിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർക്കെതിരെ കേസെടുത്തല്ലോ. ആ കേസിലെ FIR വിനു ശ്രദ്ധിച്ചായിരുന്നോ? 2021 മെയ്യിൽ നടന്ന ഈ സംഭവം, പക്ഷേ അത് നടന്നതായിട്ട് പറഞ്ഞത് 2025 മെയ്യിലാണ്. FIRൽ അവർക്കെതിരായിട്ട് കേസെടുത്തപ്പോൾ വന്നിരിക്കുന്ന ഒരു പിഴവാണ് ഞാൻ ഈ പറഞ്ഞത്. തീയതി പോലും തെറ്റിച്ചിരിക്കുക. എന്തിനാണ്? ആരെയും രക്ഷിക്കാനുള്ള ശ്രമമല്ലാതെ എന്തിനാണ് ഈ തീയതി തെറ്റിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വന്നാൽ, ഇപ്പോൾ ഇവിടെ ഈ നിരന്തരമെന്നോണം കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയുടെ സ്റ്റാറ്റസുള്ള നെടുമങ്ങാട് ആശുപത്രിയിൽ ഒരു നവജാത ശിശു മരിക്കുന്നു. പിന്നീട് കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് ചെന്ന ഒരു കുട്ടി, 14 വയസ്സുള്ള കുട്ടി, ആ 14 വയസ്സുള്ള കുട്ടിക്ക് പ്ലാസ്റ്റർ ഇട്ടു. അതിനുശേഷം 2.5 മാസത്തിന് ശേഷം പ്ലാസ്റ്റർ എടുക്കുമ്പോൾ ആ കൈ വളഞ്ഞിരിക്കുക. അപ്പോൾ സൂപ്രണ്ട് എന്താ പറഞ്ഞത്? ഇങ്ങനെ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ചിലരുടെ കൈകൾ എങ്ങനെ വളഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന്. തെളിവെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൈ കാണിക്കുക. എൻ്റെ കൈ ഇങ്ങനെ ഒടിഞ്ഞു, അതിങ്ങനെ വളഞ്ഞിരിക്കുകയാണെന്ന് അദ്ദേഹം കാണിക്കുക. അങ്ങനെ നിരന്തരം എന്നോണം നമ്മുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈ ചികിത്സാ പിഴവുകൾ, അല്ലെങ്കിൽ ഈ കഴിവില്ലായ്മ, ഇത് ഒരുപക്ഷെ മനഃപൂർവ്വമാണോ? നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സംശയിക്കാമല്ലോ. മന്ത്രി പറയുന്നത് പോലെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലോ നമുക്ക് അങ്ങനെയും സംശയിച്ചുകൂടെ? അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒന്നാം നമ്പർ എന്ന് പറയുകയും, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഗവൺമെൻറ്റിൻ്റെ അവസാന കാലമാണ്, തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ഇത് ഡോക്ടർമാർ ചെയ്യുന്ന മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞേക്കാം. ഈ 5 വർഷം മുമ്പ് കത്രിക പോയതല്ല. ഇപ്പോൾ ഈ നവജാത ശിശു മരിക്കുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ചേർത്തല ആശുപത്രിയിൽ എന്താ ഒരു രോഗിയുടെ കൈ ഡ്രസ്സ് ചെയ്യുന്നത് കുപ്പിച്ചില്ല് ചേർത്ത് അവിടെ വെച്ചുകൊണ്ടാണ്, കുപ്പിച്ചില്ല് അവിടെ വെച്ചുകൊണ്ട് ഡ്രസ്സ് ചെയ്യുകയാണ്. 63ാമത്തെ ദിവസം രോഗി വീണ്ടും ചെല്ലുമ്പോഴാണ് അവിടെ കുപ്പിച്ചില്ലുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അങ്ങേയറ്റത്തെ കഴിവുകേടാണ്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ തകരാറെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ ഗൈനക്കോളജിസ്റ്റിനെതിരായിട്ട് കേസെടുത്തു. അവർ സിസ്റ്റത്തിൻ്റെ തകരാറ് ചൂണ്ടിക്കാണിച്ചു. അതിനെ തുടർന്നാണ് ഈ കേസെടുക്കുന്നത്. പക്ഷേ ഈ ഉഷ ജോസഫിനെ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ